നമസ്കാരം. ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഫുഡ് നമ്മൾ വളരെയധികം പരിചയപ്പെട്ട് കഴിഞ്ഞു. പലതരം റെസിപ്പികൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എങ്കിൽ കൂടിയും ജാക്ക് ഫ്രൂട്ട് 365 വെച്ചിട്ട് ഞാൻ 2-3 റെസിപ്പികൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ റെസിപ്പിയാണ് ഇന്നത്തേത്. ദോശയിൽ, അതായത് ചക്കപ്പൊടി ദോശ എന്ന് തന്നെ പറയാം. ജാക്ക് ഫ്രൂട്ട് 365 ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയും ദോശയ്ക്കകത്തുള്ള അന്നജത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരി ചേർക്കുന്നതേ ഇല്ല. അതിന് പകരം ഞാൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഗ്രീൻ പീസ് ദോശ. അതിനോടൊപ്പം ഈ ജാക്ക് ഫ്രൂട്ട് 365 പൗഡർ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന വളരെ രുചികരമായ ഒരു ദോശയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി. ഇങ്ങനെ ഞാനിപ്പോ കാണിക്കുന്ന റെസിപ്പികളെല്ലാം തന്നെയും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഘടകത്തെയാണ് അത് കുറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ ആവട്ടെ, ഒബിസിറ്റി ആവട്ടെ, അമിതവണ്ണമാവട്ടെ, പ്രമേഹമാവട്ടെ, PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ആവട്ടെ, എല്ലാത്തിനും എക്സലന്റ് ആയിട്ടുള്ള ഒരു ചികിത്സ എന്ന് തന്നെ പറയാം. ഭക്ഷണം തന്നെ ചികിത്സ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഇപ്പം അത് കൂടുതൽ പ്രാക്ടിക്കലൈസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ റെസിപ്പികളുടെ രൂപത്തിൽ കൂടുതൽ പ്രാക്ടിക്കലൈസ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്പീച്ച് മാത്രമായിരുന്നു എങ്കിൽ ഇപ്പൊ എനിക്ക് ഇറ്റ് ഈസ് മൈ പാഷൻ, നൗ ഇറ്റ് ഹാസ് ബിക്കം എ പ്രൊഫഷൻ ഫോർ മീ എന്ന് പറയുന്നതായിരിക്കും ശരിയായിട്ടുള്ള ഒരു കാര്യം. ഇതിലൂടെ നമുക്ക് എന്താ പറയാ, നിങ്ങൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഭക്ഷണത്തിനകത്തുള്ള മാറ്റങ്ങൾ. നിങ്ങൾ പല പേഷ്യൻസും എന്നെ വിളിച്ച് പറയാറുണ്ട്. പ്രേക്ഷകരുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും വളരെയധികം നന്ദി. ഞങ്ങൾ ഇതേ രീതിയിൽ മാഡത്തിന്റെ ഈ റെസിപ്പികൾ കണ്ട് ഭക്ഷണം കഴിക്കുകയും മരുന്നുകളുടെ അളവ് കുറയ്ക്കുകയും വളരെയധികം സന്തോഷമുണ്ട്. പ്രേക്ഷകരെയൊക്കെ തന്നെയും നല്ല നല്ല കമന്റ്സ് എല്ലാവരും പറയും. മാഡത്തിന്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള റിമാർക്സ് ആണ് വളരെ അപൂർവമായിട്ടുള്ളത് കാണാറുള്ളൂ, നെഗറ്റീവായിട്ട്. അത് തീർച്ചയായും എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്സ് നിങ്ങൾ എന്നെ അറിയിക്കുന്നത് വളരെ സന്തോഷം. അപ്പോൾ അത് തുടർന്നും അതുപോലെ തന്നെ നിങ്ങൾ പരിപാലിക്കുക. ഈ രീതിയിൽ ആഹാരങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായും ആഹാരങ്ങൾ ഇതേ രീതിയിൽ ശ്രദ്ധിച്ചവർ, കുറേ 5-6 മാസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ തന്നെ അതിന്റെ നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. കാരണം നമ്മളൊരു ഹെൽത്തി ഈറ്റിംഗ് പാറ്റേൺ മാത്രമല്ലല്ലോ പറയുന്നത്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൂടെ പറയാണ്. അതുകൊണ്ട് തന്നെയും എല്ലാത്തരം ജീവിതശൈലി രോഗങ്ങളും ഇതിലൂടെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഭക്ഷണം മാത്രമല്ല, യു ആർ വാട്ട് യു ഈറ്റ്, വാട്ട് യു ഡു ആൻഡ് വാട്ട് യു തിങ്ക്, ദാറ്റ്സ് വാട്ട് യു ആർ. അതുകൊണ്ട് തന്നെയും ഭക്ഷണത്തിനോടൊപ്പം തന്നെ നല്ല ശരിയായ വ്യായാമം, അതുപോലെ യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ, ചൂയിങ് തെറാപ്പി, ഇവയൊക്കെ തന്നെ നിങ്ങൾ റെഗുലറൈസ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് 1 or 2 days or 1 or 2 months. യു ഷുഡ് തിങ്ക് ഇൻ എ ലോങ് ടേം പെർസ്പെക്റ്റീവ്. അതാണ് നമ്മൾ കുറേ നാളത്തേക്ക് ഒരു ശരിക്കും പറഞ്ഞ ഒരു ദിനചര്യ പോലെ നമ്മൾ കൊണ്ടു നടക്കണം. ഭക്ഷണമാണെങ്കിലും ജീവിതശൈലി ആണെങ്കിലും, എങ്കിൽ മാത്രമാണ് അതിന്റെ റിസൾട്ട് കൊണ്ട്. പല ദിവസവും ആഴ്ചയിൽ ഒരു ദിവസമോ ആഴ്ചയിൽ 2 ആഴ്ച ഒരിക്കലോ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്നൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് തീർച്ചയായും റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്നത്തെ റെസിപ്പി വളരെ രുചികരമായതാണ്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷേ കലോറിഫിക് വാല്യൂ വളരെ കുറവാണ്. അതോടൊപ്പം ഇതിന് പോഷകങ്ങളും ഔഷധങ്ങളും ഏറെ കൂടുതൽ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന് വേണ്ട ചേരുവകളെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 ആയിട്ട് നമ്മൾ ചക്കപ്പൊടി തന്നെ എടുത്തിട്ടുണ്ട്. 2 ദോശയ്ക്കൊക്കെ 1 ടേബിൾ സ്പൂൺ ചക്കപ്പൊടി മതിയാവും, അതെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് 50 ഗ്രാം ഗ്രീൻ പീസ് ഉണ്ട്. അതിൻ്റെ കൂടെ ശരിക്കും 10-15 ഗ്രാം ഉഴുന്ന് മതിയാവും. 10-15 ഗ്രാം ഉഴുന്ന്, അതിനോടൊപ്പം 1 ടീസ്പൂൺ ഉലുവ, 1 മുട്ട, അതോടൊപ്പം 2 കോവയ്ക്ക. ഇത്രയുമാണ് നമ്മളുടെ ഈ ദോശയ്ക്കുള്ള ബാറ്ററിനകത്ത് അരച്ച് ചേർത്തിരിക്കുകയാണ്. ഇതെല്ലാം കുറച്ച് നേരം വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് അരയ്ക്കാം. അരയ്ക്കുന്നതിന് വേണ്ടത് ഉഴുന്ന്, ഗ്രീൻ പീസ്, ജാക്ക് ഫ്രൂട്ട് 365 പൗഡർ, ലേശം ഉപ്പെടുക്കുക, കോവയ്ക്ക എടുക്കുക, മുട്ട എടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൂടെയാണ് നമ്മൾ അരയ്ക്കേണ്ടത്. അത് അരച്ച് കഴിഞ്ഞിട്ട് അത് ദോശ ഉണ്ടാക്കുക. പക്ഷെ ഇതിനൊപ്പം നമുക്ക് ചമ്മന്തി വേണ്ടേ, ചട്നി വേണ്ടേ? അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചട്നിക്കകത്ത് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ചിരിക്കരുത് കേട്ടോ, ഇതിനു മുമ്പേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മുരിങ്ങയില, പച്ചയ്ക്ക് മുരിങ്ങയില, എക്സലന്റ് ടേസ്റ്റ് ആണ്. തേങ്ങയുണ്ട്, പിന്നെ ഉള്ളിയും, അതുപോലെ എൻ്റെ വീട്ടില് കാന്താരി മുളകും ഉണ്ട്.
ഒരു തക്കാളി ഉണ്ട്. ഈ തക്കാളി ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്, ചമ്മന്തിക്കുള്ളതാണ്, ഈ ദോശയ്ക്കല്ല. അപ്പൊ തക്കാളി, തേങ്ങ, അതോടൊപ്പം കൊച്ചുള്ളി, പിന്നെ കാന്താരി മുളക്, ഉപ്പ്, മുരിങ്ങയില അത്യാവശ്യത്തിന്. ഇത്രയുമാണ് നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കിയത്. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിയാണിത്. നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് ചമ്മന്തിയും കൂട്ടി കഴിക്കാം. എന്താ, നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടാൽ മതിയാവും കേട്ടോ. എന്നിട്ട് അങ്ങ് അരച്ച് അപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇത് കുറേ സമയം ഇരിക്കേണ്ട കാര്യമില്ല. തലേ ദിവസം ആട്ടിയൊന്നും വെക്കേണ്ട കാര്യമേ ഇല്ല. രാവിലെ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ദോശയാണിത്. സൂപ്പർ ടേസ്റ്റുമാണ്. മുട്ട ചേർക്കാതെയും തയ്യാറാക്കാം, കുഴപ്പമില്ല. ചക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഫുൾ മീൽ പോലെയാണ്. ചക്ക കഴിച്ചാൽ നമുക്ക് നല്ല വയറ് നിറയും അല്ലേ? പക്ഷെ ചക്ക പഴമായി കഴിഞ്ഞാലോ, അത് ചിലപ്പം പ്രമേഹത്തിന് തന്നെ ഒരു കാരണമാകും. അപ്പൊ ഈ ചക്കയുടെ ഈ 4 മാസം പ്രായമായ ചക്കയുടെ ആ ഫ്രൂട്ട് എടുത്തിട്ടാണ് ഈ ചക്കപ്പൊടി ജാക്ക് ഫ്രൂട്ട് 365 തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രക്ടോസ് കണ്ടന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രൂട്ട് പഴത്തിന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ കിട്ടും. പിന്നെ ഫൈബർ കണ്ടന്റ്, സോലുബിൾ ഫൈബേഴ്സ് വളരെ കൂടുതലാണ്. ഏതൊരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചക്കപ്പൊടിയേക്കാൾ ഏറ്റവും കൂടുതൽ സോലുബിൾ ഫൈബേഴ്സ് ജാക്ക് ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത്. പിന്നെ അതുപോലെ ഷുഗർ കണ്ടന്റ് വെറും 4%. കാർബോഹൈഡ്രേറ്റ് ഷുഗർ കണ്ടന്റ് 4%. പിന്നെ ലേറ്റസ്റ്റ് പഠനങ്ങൾ തെളിയിക്കുന്നത് 70+, അതായത് 70 വയസ്സിന് മുകളിൽ പ്രായമായി നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുന്നവർക്ക് തീർച്ചയായും ഒരു വെജിറ്റേറിയൻ ഡയറ്റ്, പ്രത്യേകിച്ചും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയ ഒരു ഡയറ്റാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആ ഒരു പഠനം 1,00,000 പേരിൽ നടത്തിയ പഠനത്തിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്. അതായത് ആരോഗ്യവും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളും മാറി നിൽക്കുന്നത് കൂടുതലായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കുന്നവരിലാണ്, വെജിറ്റേറിയൻ ഡയറ്റിലാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും ഈ ഒരു ജാക്ക് ഫ്രൂട്ടിനെ നമുക്ക് തീർച്ചയായും നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ സീസണിലും നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഈ പൗഡർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഭക്ഷണത്തിൽ ഇതുപോലെ ചേർക്കുക. വളരെ കൂടുതൽ ഡീപ് ഫ്രൈ ചെയ്താൽ അതിന്റെ ഗുണം കുറയും, അമിതമായിട്ടിട്ട് തിളപ്പിച്ചാലും ഗുണം കുറയും. അതുകൊണ്ട് ഇത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കി എടുക്കുന്ന അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി, അത് നമുക്ക് തീർച്ചയായും ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന രീതിയിൽ ലോവസ്റ്റ് ഗ്ലൈസിമിക് ഇൻഡെക്സും ഗ്ലൈസിമിക് ലോഡുമാണ് ഈ ഒരു ഭക്ഷണത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഐഡിയൽ ആണ് ഡയബറ്റിക് പേഷ്യൻസിനും ഫാറ്റി ലിവർ പേഷ്യൻസിനും അതുപോലെ തന്നെ അമിതവണ്ണം ഉള്ളവർക്കും. പിന്നെ ഇതിന്റെ വളരെയധികം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ പല വിധ അസുഖങ്ങൾക്കും ഇത് തീർച്ചയായും കഴിക്കാവുന്നതാണ്. ഒരിക്കലും അത് എന്താ പറയാ, നമുക്ക് ശരീരത്തിന് കേടുപാടുകൾ ആർക്കാണെങ്കിലും ഉണ്ടാവാത്ത രീതിയിലാണ് ഇത് ഈ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഈ ചമ്മന്തി ഈ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നുന്ന രീതിയിലാണ് ചമ്മന്തി. അപ്പം നല്ല ടേസ്റ്റ്. ഞാൻ തയ്യാറാക്കിയപ്പോൾ തന്നെ നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കട്ടിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ദോശ ഉണ്ടാക്കുന്ന സമയത്ത് തവയുടെ മുറത്ത് ഒരു ദോശ പരത്തിയതിന് ശേഷം എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുറച്ചൊന്ന് അടച്ചു വയ്ക്കുക, ചെറിയ തീ ഇടുക. അങ്ങനെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് നെയ്യോ
വെർജിൻ കോക്കനട്ട് ഓയിലോ ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എന്തായാലും എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.